ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ആദിവാസി യുവാവിന്റെ മണ്ണുമാന്തി യന്ത്രം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത സംഭവത്തിൽ ഇന്ന് ചർച്ച നടത്തും. മൂന്നാർ DFOയുടെ സാന്നിധ്യത്തിൽ നഗരംപാറ ഫോറസ്റ്റ് ഓഫീസിൽ വെച്ചാണ് ചർച്ച നടത്തുന്നത്. ജനപ്രതിനിധികളും കർഷക സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും. വിശദാംശങ്ങളുമായി MC ബോബൻ ചേരുകയാണ്. ബോബൻ, നമ്മളാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത പുറത്തുവിടുന്നത്. 5 വർഷമായി ഒരു യുവാവിന്റെ ഉപജീവന മാർഗമാണ് ഈ ഒരു JCB അവിടെ പിടിച്ചിട്ടിട്ട് അവസാനം ഇത് വിട്ടുകിട്ടുന്നതിനായി ആ യുവാവ് ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കിയിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് സ്ഥിതി? ഐശ്വര്യ, 5 വർഷമായി JCB പിടിച്ചെടുത്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് അജേഷ് കഴിഞ്ഞ ദിവസം JCBക്ക് മുകളിൽ പെട്രോൾ ഒഴിച്ച് നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഇതേ തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് ഇന്ന് DFO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാം എന്ന് ഉറപ്പ് നൽകിയത്. ഇതേ തുടർന്നാണ് അജേഷ് കഴിഞ്ഞ ദിവസം സമരം അവസാനിപ്പിച്ചത്. അന്ന് എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇപ്പോൾ ചർച്ച നടത്താൻ നഗരംപാറ ഫോറസ്റ്റ് ഓഫീസിൽ വെച്ച് ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. മൂന്നാർ DFOയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടത്തുക. ജനപ്രതിനിധികളും അതുപോലെ തന്നെ കർഷക സംഘടനാ പ്രതിനിധികളും അജീഷിനോടൊപ്പം നിലനിൽക്കുന്ന കർഷക സംഘടനാ പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുക്കും. അജീഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം തന്റെ വാഹനം, തന്റെ JCB വിട്ടു നൽകുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ അജീഷ് കഴിഞ്ഞ ദിവസം നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 5 വർഷമായി തന്റെ വാഹനം പിടിച്ച് വലിയ നഷ്ടം, ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, ഈ വാഹനം ഇനി പുറത്തിറക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിക്കുകയും വേണം. അതുകൊണ്ട് ഈ നഷ്ടപരിഹാരം നൽകാനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകണം. ഒപ്പം തനിക്കെതിരെ അനാവശ്യമായി കേസെടുത്ത് തന്റെ ജീവിതം തകർത്ത വനപാലകർക്കെതിരെ കേസെടുക്കാനും തയ്യാറാകണം എന്ന ആവശ്യമാണ് അജീഷ് പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തായാലും ഇത്തരം വിഷയങ്ങൾ ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നാളെ വനംവകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നടത്താനും തീരുമാനമായിട്ടുണ്ട്.